എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുന്നുള്ളത് ഉറപ്പ്. അതാണ് എന്റെ മനസ്സിലുള്ള സ്വപ്നം. കുർബാന തർക്കത്തെ കുറിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഒരു അഭിപ്രായം ഒന്നും പറയുന്നില്ല. എല്ലാവരും കേട്ട ശേഷം എങ്ങനെയാണ് നമുക്കതിലൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ? സമവായമല്ല, സാധ്യതകൾ മാത്രമേ ഉള്ളൂ. ഏത് സാധ്യതകളാണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് ഞാനിപ്പോ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിപ്പോ ഒരു നല്ല സന്ദർഭമാണ്. ഒരുപാട് സമയം നമുക്കിനിയുണ്ട്. എല്ലാവരും കേൾക്കേണ്ടതുണ്ട്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, ആരെയും കേൾക്കാതെ നമ്മളൊരു വിധി പറയുന്നത് ശരിയല്ല. ലിസണിങ് ആൻഡ് ഐ ഹാവ് ടു ലേൺ എ ലോട്ട്. അത് തീർച്ചയായിട്ടും എനിക്കിപ്പോൾ 2 സഹായ മെത്രാന്മാരുണ്ട്. അതിൽ ചില സംവിധാനങ്ങൾ ഞങ്ങൾ ഏർപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് പ്രസിഡന്റ് തുടരുകയാണല്ലോ. അപ്പം അതിന്റെ അവരുടെയും കൂടെ ആലോചന സ്വീകരിച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പ്രഖ്യാപനങ്ങൾ എന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്ന പ്രതിവിധികളെ കുറിച്ചിട്ടൊക്കെയാണ്. ഇപ്പൊ ഞാൻ പോകുന്നു, അവിടെ എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. ആസ്ഥാന കാര്യാലയത്തില് ഈ സ്ഥാനാരോഹണ ചടങ്ങ് സഭ ആസ്ഥാന ദേവാലയത്തിൽ നടത്താൻ കഴിയാത്തതിന്റെ ഒരു വിഷമമുണ്ടോ? ഞാൻ പറയട്ടെ, ഉള്ളിടത്ത് വെച്ച് നമുക്കെല്ലാം ഭംഗിയാക്കുക. അതല്ലാണ്ട് ഞാനിപ്പോ എന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒന്നല്ലോ നടക്കുന്നത്. എല്ലാം ശരിയാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേട്ടോ, തുറക്കുന്ന കാര്യത്തിൽ നടപടി ഉണ്ടാവുമോ? ഞാൻ പറഞ്ഞില്ലേ, ഒന്നും അടച്ചു കിടക്കാൻ പാടില്ല, എല്ലാം തുറക്കേണ്ടതാണ്. അതായത് എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കും? ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ ഒരു പുതിയ സ്ഥാനം ഏറ്റെടുത്തു. ഞാൻ ഹൈദരാബാദിലാണ്. ഞാൻ ഇവിടുത്തെ സാഹചര്യങ്ങളൊന്നും എനിക്ക് കൂടുതൽ അറിയില്ല. വാട്സപ്പിലൊക്കെ ഉള്ള ന്യൂസുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും കേട്ട ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്. എല്ലാവരും കേട്ട ശേഷം നിയുക്ത മേജർ ആർച്ച് ബിഷപ്പ് സിറോ മലബാർ സഭയുടെ നിയുക്ത മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതായത് കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കം അദ്ദേഹം പ്രതികരണം ആരാഞ്ഞപ്പോൾ ചർച്ചയാകാം, സ്വാഭാവികമായും ഏതൊരു പ്രശ്നത്തിനും ഏതൊരു പ്രതിസന്ധിക്കും പരിഹാരമുണ്ടാകുമല്ലോ എന്നായിരുന്നു സഭയുടെ നിയുക്ത മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രതികരണം. കാരണം അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സമവായത്തിലൂടെ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രകൃതമാണ് മാർ റാഫേൽ തട്ടിലിന്റേത്. അതുകൊണ്ട് തന്നെയാണ് വിമത വിഭാഗത്തെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷ ഉയരുന്നത്. കാരണം ഒരു പുറത്തേക്കെന്ന സാധ്യതകൾ അവര് പല രീതിയിലുള്ള ശീഷ്മടക്കം, അതായത് മാർപ്പാപ്പയെ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് വിമത വൈദികരെ സംബന്ധിച്ച് അവരുമായും ചർച്ചയാകാം, ചർച്ചയ്ക്ക് സാധ്യതയുണ്ട്, ചർച്ചയ്ക്ക് വഴി തുറക്കും എന്നാണ് സഭയുടെ നിയുക്ത മേജർ ആർച്ച് ബിഷപ്പ് ഇപ്പോൾ മാധ്യമങ്ങളോട് തുറന്നു പറയുന്നത്. പക്ഷേ സഭയുടെ ആസ്ഥാന ദേവാലയമായ എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ സ്ഥാനാരോഹണ ചടങ്ങ് നടക്കാത്തതിനെ കുറിച്ച് പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞത്, സ്വാഭാവികമായും അത്തരം പ്രതിസന്ധികളൊക്കെ അതിജീവിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഈ സഭയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് ബസിലിക്ക തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പോലും ഉണ്ടാകാം എന്ന സൂചനകളും സഭയുടെ നിയുക്ത മേജർ ആർച്ച് ബിഷപ്പ് മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷെ വലിയ പ്രതീക്ഷയാണ്. പ്രതിസന്ധികളും സംഘർഷങ്ങളും നിറഞ്ഞ സഭയുടെ ഒരു പുതിയ തലവനായി മാർ റാഫേൽ തട്ടിൽ വരുമ്പോൾ സഭയിലെ എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്.